പുള്ളീനെ ഷമീറിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി സീരിയസ്ലി എന്റെ ഉമ്മ സത്യം. നീ നിന്റെ കണ്ണാലെ കണ്ട കാര്യമാണോ അതോ വെറുതെ ഞാൻ എന്റെ പറഞ്ഞു കേട്ടുള്ള കാര്യം? കണ്ണാല ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ഞാൻ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു തൊട്ടി കണ്ടന്റ് ആണ്. പിള്ളേരും എല്ലാം കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടി വിയിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് കാണാൻ ശ്രമിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്ലും പുല്ലും അടിച്ചു നടക്കുന്ന കുറെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. ഇവന്മാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്യാങ് ഹൗസ് ഉണ്ടായിരുന്നല്ലോ, ഗ്യാങ് ഹൗസിൽ കുറെ കുണ്ടം പരിപാടികൾ, അവരെ പറ്റിയുള്ള വീഡിയോ ആണിത്. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം കാണുക. ഇവന്മാരൊരു ബേസിക്കലി ഈ കുണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലക്കാർ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ വാക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരു മാന്യമായിട്ടുള്ള ആ ഒരു സ്ഥലപ്പേര് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴൊക്കെ ആ സ്ഥലപ്പേര് പറയുന്നുണ്ടോ, ഞാൻ കുന്തൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പം ഈ കുണ്ടന്നൂർ ഗ്യാങ്ങിലുള്ളവന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാർ കല്ലും പുല്ലും അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പിന്നെ ആണെന്നോ പെണ്ണെന്നോ അങ്ങനെ ഒന്നുമില്ല. ആണെങ്കിൽ ആണ്, പെണ്ണെങ്കിൽ പെണ്ണ്, പട്ടിയെങ്കിൽ പട്ടി, ഈ സെറ്റപ്പാ. കല്ലടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഈ രീതിയിലാണ് പെരുമാറുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ആണാണെങ്കിൽ ആണ്. നമ്മൾ ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ, മറ്റേ തൊപ്പി അന്ന് പുറത്തു വിട്ടൊരു വീഡിയോ. അതിനകത്തൊക്കെ കുറെ യാഥാർത്ഥ്യമുണ്ടെന്നേ. അല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരുത്തൻ കടന്നിട്ട് ഇമാതിരി പഴം പുഴുങ്ങിയത് കാണിക്കുമ്പോൾ മറ്റവൻ ഇരുന്നിട്ട് ഈ പരിപാടി നിൽക്കുവോ? ഇതൊക്കെ വളരെ പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുവരെ ഇവന്മാർ തൊട്ടടുത്തിരുന്ന് ഇങ്ങോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്മാർ അതിന് മുമ്പ് എന്തോരം കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അത്രയും ഫ്രീഡം ഉണ്ടേ, തൊട്ടടുത്ത് കിടന്ന് പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫ്രീഡം ഉണ്ടായതുകൊണ്ടാണല്ലോ അവൻ അവിടെ ഇരുന്നിട്ട് ഷേക്ക് അടിക്കുന്നത്. ആ ഷേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നവൻ തന്നെ പറയുന്നുണ്ട് തൊപ്പി ആണ് ആ ഒരു വീഡിയോ എടുത്തതെന്ന്. അപ്പൊ ഉമാരുടെ ഒരു സെറ്റപ്പ്, ഒരു വോൾ സെറ്റപ്പ്, കുണ്ടന്നൂർ ഗ്യാങ്ങിന്റെ വോൾ സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതിനകത്ത് ഞാനൊരു വോയിസ് ഞാൻ വെക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട ഒരു ദൃക്സാക്ഷിയുടെ വോയിസ് ഞാൻ വെക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നിങ്ങൾക്ക് ആ വോയിസ് കാണാൻ പറ്റും. അത് കേട്ടിട്ട് നിങ്ങൾ പോകാവൂ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഈ കുണ്ടന്നൂർ ഗ്യാങ്ങിൽപ്പെട്ട ഒരു കുണ്ടൻകുഞ്ഞ് കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോയ്ക്ക് ഇട്ടൊരു സ്ട്രൈക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഒപ്പീനിയൻ ഒക്കെ പറഞ്ഞ് നമ്മൾ സൈഡിൽ കൂടെ ഒരു വിവാദത്തിലും പെടാതെ ഇങ്ങനെ പോകുന്ന ഒരുത്തനാണ് ഞാൻ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എന്റെ ഒപ്പീനിയൻ വളരെ ക്രിസ്പായിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ മാത്രം അങ്ങോട്ട് കയറി ചൊറിയുന്ന ഒരുത്തനാണ്. എന്നിട്ട് ഒരു കാര്യമില്ലാതെ എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതിന് അവൻ എനിക്കിട്ട് സ്ട്രൈക്ക് തന്ന് ഞാൻ അവനെതിരെ ഒരു വീഡിയോയും ചെയ്തു. അതവിടെ തീർന്നു. ഓക്കെ, അതിന്റെ അപ്പുറത്തോട്ട് ഈ ദൃക്സാക്ഷി പറയുന്ന വോയിസ് പുറത്തു വിടണമെന്ന് ഞാൻ അന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവൻ കിക്ക് എന്ന് പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ലൈവിനകത്ത് വന്ന സമയത്ത് എന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. 1-2 സ്ഥലങ്ങളിൽ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ പേരെടുക്കാതെയും പറയുന്നുണ്ട്. അവൻ വാണം എന്നൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. ഇതിനകത്ത് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ശരിക്കും വാണക്കൊതിയനെന്ന്. ഇവനെ ആദ്യം സീക്രട്ട് ഏജന്റ് പിടിച്ച് സായി കൃഷ്ണൻ എടുത്ത് വലിച്ച് ഒട്ടിച്ച് വെച്ച്, അപ്പോഴത്തേക്ക് സായിയുടെ കാല് നക്കി അത് കോംപ്രമൈസ് അടിച്ച്. സീക്രട്ട് ഏജന്റ് എടുത്ത് പോയി കോംപ്രമൈസ് അടിച്ചതിനെ പറ്റി ഇവൻ ആ ലൈവ് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കണം, ഞാനത് വെക്കാം, നിങ്ങളൊന്ന് കേക്ക്. അതുപോലെ അല്ല മോനെ, ഏജന്റുമായിട്ട് ഞങ്ങൾക്ക് ആദ്യമേ ഒരു പ്രശ്നവുമില്ല. ഈ പറഞ്ഞ പോലെ കുറച്ച് സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതില് ഞാൻ ട്രിഗർ ആയതാ, മനസ്സിലായോ? അത് നമ്മള് പറഞ്ഞ് സോർട്ട് ചെയ്ത് തീർത്ത്, അത്രേ ഉള്ളൂ. പറഞ്ഞ് സോർട്ട് ചെയ്ത് തീർത്ത്, എടാ കാല് നക്കി കരഞ്ഞ് മെഴുകി സോർട്ട് ചെയ്ത് തീർത്തു എന്ന് പറഞ്ഞു. അതല്ലേ നല്ലത്. ഭയങ്കരം കൂടുതൽ മൂപ്പരോട് പറഞ്ഞ പോലെ തോന്നി. അതുകൊണ്ട് പിന്നെ ഒരു അപ്പോളജൈസ് പറഞ്ഞു, അത്ര തന്നെ. ഇനിയിപ്പോ എന്തായാലും മാവേക്ക് പോകണം, കൊച്ചിയിലേക്ക് പോകുമ്പോ മൂപ്പര് പറഞ്ഞു ഒന്ന് നമുക്ക് മീറ്റ് ചെയ്യാന്നൊന്ന് പറഞ്ഞു. ഒരു അപ്പോളജി, വെറുതെ ഒരു അപ്പോളജി അങ്ങ് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കിയതാണ്. നീ കാല് നക്കിയ കഥയും നീ കുനിഞ്ഞു കുമ്പിട്ട കഥയൊക്കെ പറയടാ, നീ ഇങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കാതെ. നീ വെറും അപ്പോളജി തന്നെയാണോ പറഞ്ഞത്? ഇപ്പൊ അവന്റെ നാട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പോയി കാണാന്ന്. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, പുള്ളി സ്ട്രൈറ്റാ. അതുകൊണ്ട് നീ ആ വഴിക്കോട്ട് പോകണ്ട. കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിൽ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ല്, എന്നൊക്കെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പം സായുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവന്മാര് പറഞ്ഞ് ഒതുക്കി, നല്ല കാര്യം. അതങ്ങനെയാണല്ലോ, ആദ്യം കാല് പിടിക്കും, പിന്നെ കാല് നക്കി തുടയ്ക്കും. അങ്ങനെ പറഞ്ഞ് ഒതുക്കാനാണല്ലോ നിനക്കൊക്കെ അറിയത്തോളൂ. ഇനി ഇവൻ എന്നെ പറ്റി പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. അളിയ ഫസ്മിനെ വീഡിയോ കൊണ്ടുവരുന്നു. എന്ത് വീഡിയോ കൊണ്ടുവരാന്? ഫസ്മിന് എന്തോ ഇട്ടല്ലോ, വീഡിയോ ഇട്ടല്ലോ. എന്താ പറയുന്നത്? എടാ ഇത് കണ്ട ഏജന്റിനല്ല ഞാൻ പറയുന്നത്, ബാക്കി കണ്ട വാണങ്ങളെല്ലാം പറയുന്നത് കേട്ടിട്ട് അതും വിശ്വസിച്ച് നടക്കല്ല, മനസ്സിലായോ? ഓനൊന്നും കണ്ടന്റ് ഇല്ല. ഓനെല്ലാം എന്നെ കുറിച്ച് ഇട്ടാലേ 2 ആൾക്കാർ കാണും. അത് എന്തൊരു സിമ്പിൾ കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ ഏതെല്ലോ കണ്ട ഓൻ്റെ പേര് പോലും ഞാൻ പറഞ്ഞു ഇത് കൊടുക്കുന്നില്ല, കാരണം അത് എടുത്തിട്ട് അടുത്ത വീഡിയോ ആക്കും. അങ്ങനെ നക്കി നടക്കുന്ന വാണങ്ങളെ കേസൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഓക്കെ, ഈ പരനാറി പറയുന്ന ആദ്യത്തെ കാര്യം, എനിക്ക് കോണ്ടന്റ് ഇല്ല എന്നാണ്. ഇവന്റെ പേര് പറഞ്ഞാൽ മാത്രമേ എനിക്ക് റീച്ച് കിട്ടൂ, എനിക്ക് വ്യൂവർഷിപ്പ് കിട്ടൂ എന്നുള്ളതാണ്. നിന്റെ പേര് പറഞ്ഞാൽ മാത്രമാണോടാ എൻ്റെ വീഡിയോ 4 പേര് കാണുന്നത്? നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് 2-3 ചാനലുണ്ട്. അതിനകത്ത് 2 ചാനലാണ് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഇട്ട ഒരു 10-15 വീഡിയോ എടുത്ത് നീ ഒന്ന് താപ്പോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്ക്. ഇത് എൻ്റെ
ഏറ്റവും മൂന്നാമത്തെ ചാനൽ 60 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് 60,000. അതിനകത്ത് 131, 101, 121, 476, 355, 119, 108, 178, 147, 190 ഇങ്ങനെ പോകും വ്യൂവർഷിപ്പ്. നിന്റെ തെറ്റിദ്ധാരണയാണ് നിന്റെ പേര് പറഞ്ഞാലാണ് വ്യൂവർഷിപ്പ് കിട്ടുന്നതെന്ന്. അത് നിന്റെ പേര് പറഞ്ഞതുകൊണ്ടല്ല, ആ സൈഡിൽ ഇരിക്കുന്ന എന്റെ മോന്ത കണ്ടിട്ടാണ് ആൾക്കാർ അത് ക്ലിക്ക് ചെയ്യുന്നത്. ഇതെന്റെ മെയിൻ ചാനൽ, അതിനകത്ത് വ്യൂവർഷിപ്പ് എടുത്ത് നോക്ക്. പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ നിന്റെ ഫേസ് വെച്ച് ചെയ്തേക്കുന്ന എന്റെ വീഡിയോയ്ക്ക് എന്റെ ശരാശരി വ്യൂവർഷിപ്പ് ആണത്. എന്റെ ശരാശരി വ്യൂവർഷിപ്പാണ്, അല്ല നിന്റെ പേര് പറഞ്ഞതിന്റെ പേര് 4 വ്യൂ കൂടുതൽ കിട്ടിയിട്ടൊന്നുമില്ല. മനസ്സിലായോ? നിന്റെ പേര് പറഞ്ഞ് ഉണ്ടാക്കേണ്ട ആവശ്യകതയും എനിക്കില്ല. അത്രയ്ക്ക് ദാരിദ്ര്യമൊന്നും ഇല്ല. നീയൊക്കെ ചെയ്തു കൂട്ടുന്ന അന്തയില്ലായ്മ കണ്ടു കഴിഞ്ഞാൽ 4 പറയും, ഇനിയും പറയും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഇതിന്റെ തംബ്നെയിലിനകത്ത് ഇവന്റെ ഫോട്ടോ കാണത്തില്ല, ക്യാപ്ഷനകത്ത് ഇവന്റെ പേര് കാണത്തില്ല. ഈ വീഡിയോയിൽ എവിടെയും ഞാൻ ഇവന്റെ പേര് മെൻഷൻ ചെയ്യാൻ പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അവസാനം പറഞ്ഞ എന്താണ്, നക്കി നടക്കുകയാണെന്ന്. ആരുടേതാണ് നക്കി നടക്കുന്നതെന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. സീക്രട്ട് ഏജന്റ് അനന്തുവിന്റെ വീഡിയോ കണ്ടോ, ഫസ്മിനെ കൂടെ എല്ലാം പറഞ്ഞോക്കെ. മോനെ ഫസ്മിനെ വന്ന് പറയട്ടെ. ഈ സീക്രട്ട് ഏജന്റ് ഞാൻ പറയുന്നില്ല, ഈ കണ്ട മറ്റേ വാണുണ്ടല്ലോ, അനന്തു വാണം, ഇവനെല്ലാം പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കല്ലേ. ഇവനെല്ലാം പൈസക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാ. അത് മന്നെ വെച്ച് വീഡിയോ ഇട്ടാൽ ഓന് ഗുണമുണ്ടാകും, അതുകൊണ്ട് ഓൻ വീഡിയോ ഇടും. എടാ നീ ആരാണ് നിന്റെ വിചാരം? ഇവനെ വെച്ച് വീഡിയോ ഇട്ടാൽ ഗുണമുണ്ടാവും? നീ ആരാണ് നിന്റെ വിചാരം? എടാ കണ്ടവന്റെ ഉണ്ടാക്കിയ വ്യൂവർഷിപ്പ് അല്ലേ നിനക്കുള്ളത്, നിന്റെ പേര്. അല്ല നീ എന്താ ഉണ്ടാക്കിയത്? പിന്നെ പൈസക്ക് വേണ്ടി വീഡിയോ ആടാ, ഞാൻ പൈസക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. നീ എന്തിനു വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്? ചാരിറ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ? ചാരിറ്റി ഒന്നും ആയിരിക്കത്തില്ല. കല്ലും പുല്ലും മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും നീ വീഡിയോ ഇടുന്നത്. എന്താണെങ്കിലും അതിന് വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ഇടുന്നത്. മനസ്സിലായി? അതുകൊണ്ട് ഓൻ്റെ ഒന്ന് പേര് ഞാൻ മെൻഷൻ ചെയ്യുന്ന പോലും ഇല്ല. എനിക്ക് അറിയില്ല ഈ വാണല്ലേ ഏതാന്ന് പോലും. ഈ അനന്തു എന്നെല്ലാം പറഞ്ഞ വാണം, ഓനല്ലേ ഈ പറഞ്ഞ പോലെ ഏതാന്ന് പോലും എനിക്ക് അറിയില്ല. ഓൻ്റെ ഒന്ന് പേര് പോലും ഞാൻ പറഞ്ഞില്ല. നീ അറിയണ്ട, നീ അറിയാതിരിക്കുന്നത് നല്ലത്. എന്താണെങ്കിലും ഇനി നീ എന്റെ പേര് മറക്കാനുള്ള സാധ്യത കുറവാ. ഇപ്പൊ അറിഞ്ഞില്ലയോ, അത് മതി. സീക്രട്ട് ഏജന്റ് ഇങ്ങനത്തെ 4 ആൾ അറിയുന്ന ആളെ കുറിച്ച് ഞാൻ പറയും. ഈ അനന്തു എന്നെല്ലാം പറഞ്ഞ അണ്ടർ റേറ്റഡ് മൊണ്ണനൊന്നും ഞാൻ പറയുന്ന പോലും ഇല്ല. കാരണം അതിന് വേണ്ടിയിട്ടായിരിക്കും ഓൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും. ഓന്റെ പേര് ഞാൻ പറഞ്ഞ് ഓനെ കുറ്റം പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നോക്കും, ഈ വാണെല്ലാം അതിന് വേണ്ടി നടക്കുന്നതാണ്. ഇവന്റെ പേര് പറഞ്ഞിട്ട് വേണം എനിക്ക് റീച്ച് കൂട്ടാൻ. എടാ നിന്നെ പോലൊരു പരനാറി പട്ടി എന്റെ പേര് പറയാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. പിന്നെ ഞാൻ അണ്ടർ റേറ്റഡ് ആണോ ഓവർ റേറ്റഡ് ആണോ നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ വീഡിയോ കാണുന്ന കുറച്ച് ആളുകളുണ്ട്, എന്നെ ഫോളോ ചെയ്യുന്ന, എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന, ജെനുവിനായിട്ടുള്ള, തലയ്ക്ക് ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള കുറച്ച് ആളുകളുണ്ട്. നിന്നെ പോലെ പഠിപ്പില്ല, വിവരമില്ല, ബുദ്ധിയില്ല, ഒരു മാങ്ങാണ്ടിയും ഇല്ലാത്ത, ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാത്ത ആൾക്കാരല്ല എന്റെ വീഡിയോ കാണുന്നത്. അവർക്ക് തലയ്ക്ക് ആൾതാമസമുണ്ട്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകുന്ന ആൾക്കാരാണ്. അവർക്കറിയാം ഞാൻ ആരാണ്, ഞാൻ എന്താണെന്ന്. അല്ലാതെ നിന്നെ പോലുള്ള നാറിയ പരിപാടികൾ കാണിച്ച് കണ്ടവന്റെ കൊട്ട താങ്ങി സ്ട്രീമർ ആയവനല്ല ഞാൻ. ഓക്കെ, ഈ പറയുന്നവൻ യൂട്യൂബറും സ്ട്രീമറും ആയ കഥ ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ. എടാ തൊപ്പിയുടെ മുന്നിൽ 4 പേര് അറിഞ്ഞില്ലടാ നിന്നെയൊക്കെ. അല്ലാതെ നിന്റെ കഴിവ് കൊണ്ട് വല്ലതും കയറി വന്നതാണോ നീ? നിനക്ക് എന്ത് കഴിവാണുള്ളത്? ലൈവിനകത്ത് വന്നിരുന്ന് പെണ്ണുങ്ങളെ അപരാധിക്കുക, കഴിവ് നമ്പർ 1. വഷളത്തരം പറയുക, തന്തയില്ലായ്മ കാണിക്കുക, തെറി വിളിക്കുക, റീച്ചിന് വേണ്ടിയിട്ട് ഷഡ്ഡി വരട്ട് ഡാൻസ് കളിക്കുക. ഇതിനേക്കാളും നല്ലത് മറ്റേ പാലത്തിന്റെ അടിയിൽ. അതാകുമ്പോൾ കസ്റ്റമർ നീ മാത്രമേ അറിയത്തുള്ളൂ. ഇതിപ്പോ നാട്ടുകാർ മൊത്തം അറിയുന്നത്. തൊപ്പി എന്ന് പറയുന്നവന്റെ അടിമക്കണ്ണ്, അതിലപ്പുറത്ത് നീ ഒന്നുമില്ല. തൊപ്പി ഇല്ലെങ്കിൽ നീ ബിഗ് സീറോ ആണ്. തൊപ്പി പറയുന്ന എല്ലാം കേട്ട് അവൻ അങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ ഇങ്ങോട്ട് ചാടുന്ന, അവന്റെ ആട്ടും തുപ്പും കേട്ട് നിന്ന, അവന്റെ ചൊൽപ്പടിക്ക് നിന്ന ചാവാലിപ്പട്ടി. അത്രേ ഉള്ളൂ നീ. അതിന്റെ അപ്പുറത്തേക്ക് നീ ഇല്ല. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫെയിം അതുപോലും കണ്ടവന്റെ ദാനമാണ്. തൊപ്പിന്റെ കുറെ ഫാൻസ് നിനക്ക് കിട്ടി, അവര് നീ വന്ന് കുരയ്ക്കുന്ന കാണാൻ വേണ്ടി വരുന്നു. ഇപ്പോഴും ഇവന്റെ സ്ട്രീമിനകത്ത് ഇവനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിയാണ്. അയ്യോ, നിന്നെ തെറി വിളിക്കാൻ വരുന്നവരാണ് നിന്റെ വീഡിയോ കാണാൻ വരുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ. അപ്പൊ കണ്ടവന്റെ ഔദാര്യത്തിൽ യൂട്യൂബറായ നീ എന്നെ ഉണ്ടാക്കാൻ വരല്ലേ. ഞാൻ അണ്ടർ റേറ്റഡ് ആണോ ഓവർ റേറ്റഡ് ആണോ നീ പണയേണ്ട ആവശ്യമില്ല. ഇത് എന്നെ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ പറഞ്ഞോളൂ. അത് നീ നിന്റെ നില മനസ്സിലാക്ക്. നീ വന്ന വഴി എങ്ങനെയാണ്, ആർക്ക് ാണെന്ന് നീ ആദ്യം മനസ്സിലാക്ക്. നാട്ടുകാർക്ക് അറിയത്തില്ലെങ്കിൽ നിനക്കത് അറിയാലോ. നീയൊക്കെ ചെയ്തു കൂട്ടിയ തൊട്ടിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ അത് ആദ്യം നീ മനസ്സിലാക്ക്, എന്നിട്ട് നമുക്കിട്ടുണ്ടാക്കാൻ. ഓക്കെ, അതുകൊണ്ട് ഓനെല്ലാം എന്തെല്ലോ കഥയും ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് വന്ന് പറയുമായിരിക്കും. ഫസ്മിനെ വന്ന് പറയട്ടെ, അതല്ലേ അതിന്റെ ശരി. അല്ലാണ്ട് ഈ കണ്ടെല്ലാം പറയുന്നത് കേട്ടിട്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഏത് ആളാണെങ്കിലും പറയുന്നത് ഫസ്മിനെ പറഞ്ഞതല്ലേ. അപ്പൊ ഫസ്മിനെ വന്ന് പറയട്ടെ. ഫസ്മിനെ പറയൂല, കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇനി ഇത് അവർക്ക് കണ്ടന്റ് ആക്കാനും അവർക്ക് ഇതാക്കാനും വേണ്ടി പലരും പലതും പറയും. അതും വിശ്വസിച്ച് നിങ്ങൾ ഈ മണ്ടന്മാരിങ്ങനെ നടന്നോ?
ഇനിയിപ്പൊ എന്താ പറയാനുള്ളത്? ഫസ്മിനെ വന്ന് പറയട്ടെ എന്നാണല്ലോ നീ പറയണത്. ഫസ്മിനെ പറയട്ടെ. ഫസ്മിനെ പറയത്തില്ല എന്നുള്ള നിന്റെ ധാരണ തെറ്റി. കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉടമ്പടി എത്തിയോന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും എന്റെ അടുത്ത് ഫസ്മിനെ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് കേൾപ്പിക്കാം. ഓക്കെ, അതാദ്യം നീ കേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഫസ്മിനെ പറയട്ടെ, ഫസ്മിനെ പറയട്ടെ, ഫസ്മിനെ പറയട്ടെ എന്നാണല്ലോ ഞാൻ പറയുന്നത്. ഫസ്മിനെ പറയട്ടെ സാധനം ഒരു 3 മിനിറ്റ് ഓടിയാണ്. ഇത് 10-47 മിനിറ്റ് ഉള്ള ഓടിയേക്കത് ചെറിയൊരു പീസ്. 47 മിനിറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ സംഭവങ്ങൾ നടക്കും. അതുകൊണ്ട് ഞാൻ വെക്കണില്ല. ഇവിടെ കണ്ടന്റ് ആക്കുകയാണെങ്കിൽ അതൊക്കെ എനിക്ക് എന്നേ ആക്കായിരുന്നു. ഞാൻ അങ്ങനെ വള്ളി പിടിക്കുന്ന ഒരുത്തനല്ല. പിന്നെ വള്ളി പിടിച്ചു കഴിഞ്ഞാൽ അത് വലിച്ചു പറിച്ച് കളഞ്ഞിട്ടേ ഞാൻ പോകാറുള്ളൂ. അതുകൊണ്ട് ഫസ്മിനെ പറഞ്ഞ വോയിസ് നിങ്ങളൊന്ന് കേക്ക്. ആര് വന്നിട്ട് പറയുന്നുണ്ടല്ലോ അവിടെ നടക്കുന്ന പുറത്തു പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ബൈസെക്ഷൽ ആണ്. ആര്, മനസ്സിലായോ? തൊപ്പിയോ? തൊപ്പി ഈ ഷിബി എന്റെ എക്സ് മറ്റേ ഹസ്ബൻഡ് ലല്ലുവിന്റെ വായിന്ന് ഒരു വട്ടം പറയുന്നില്ലേ ഷിബിലി ആ, അല്ല തൊപ്പി പറഞ്ഞിട്ടുണ്ടെന്ന്. ആ. അതുള്ള കാര്യോ? നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പുള്ളീനെയും ഷമീറിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ എന്റെ ഉമ്മ സത്യം, എന്റെ ഉമ്മ സത്യം. ഒന്നുകൂടെ വെക്കാം. പുള്ളീനെയും ഷമീറിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ സത്യം. നീ നിന്റെ കണ്ണാലെ കണ്ട കാര്യമാണോ അതോ വെറുതെ ഞാൻ പറഞ്ഞു കേട്ടുള്ള ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള, അയ്യോ, അടുക്കളയിൽ വെച്ച് പാതിരാത്രി കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ഉറങ്ങി കിടക്കുമ്പം ഇവര് കിച്ചണില് ഞാൻ ഇതിൽ കണ്ടു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അത് ഡ്രഗ് ഉപയോഗിച്ച് അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, ഉപയോഗിച്ചാൽ നമുക്ക് നമ്മളല്ലാണ്ടായി പോവും. അങ്ങനെ അച്ചോടാ ചോദിച്ചപ്പം കല്ലടിച്ചിട്ട് പറ്റിപ്പോയതാണെന്ന് കഥ പറഞ്ഞേ. ഇവനൊക്കെ കല്ലടിച്ചു കഴിഞ്ഞാല് അമ്മ ഏതാ, പെങ്ങളേതാ, അനിയനേതാ ഒന്നും അറിയില്ല, കൂട്ടുകാരനേതാ ഒന്നും അറിയില്ല. ബേസിക്കലി ഇവന്മാര് ഇത് കുണ്ടന്നൂർ ടീംസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ സ്വഭാവം മാറും, തനിക്കുണങ്ങൾ മാറും. അപ്പൊ പിന്നെ പല രീതിയിലാവും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ കിച്ചണിൽ വെച്ചിട്ട് തൊപ്പി, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, മറ്റാർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് ഇവന് തൊപ്പി കൊടുക്കുന്നുണ്ട്. മറ്റാർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ്. തൊപ്പിയുടെ കസേരയിൽ ഇരിക്കുന്നു, തൊപ്പി ഒരുമിച്ച് ഇവർ രണ്ടുപേരും ഇരുന്ന് സ്ട്രീം ചെയ്യുന്നു, ബാക്കി എല്ലാവരും ബാക്കിലിരിക്കുന്നു. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി സെന്ററിലിരിക്കും, എന്നിട്ട് ബാക്കി എല്ലാവരും തൊപ്പിയുടെ ചുറ്റും നിന്നിട്ട് കോമാളിത്തരം കാണിക്കും. ഇവൻ വന്നതിന് ശേഷം തൊപ്പിയും ഇവനും ഒരുമിച്ച് ഇങ്ങനെ മച്ചാൻ ഇരുന്നിട്ടാണ് സ്ട്രീം ചെയ്യുന്നത്. തൊപ്പി ചിലപ്പോഴും മോസ്റ്റ്ലി ഇവന്റെ പുറകിലായിരിക്കും. അങ്ങനെ ഒരു പാർട്ട്ണർ സെറ്റപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ട് ഇവനെ മാത്രം തൊപ്പി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നു. പിടികിട്ടിയോ? ഭയങ്കരമായിട്ട് ഇവനെ തൊപ്പി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവനെ വലിയൊരു സ്ട്രീമർ ആക്കാൻ വേണ്ടി തൊപ്പി കഷ്ടപ്പെടുന്ന പോലെ. അന്നേരം നമ്മുടെ സായി പറഞ്ഞ പോലെ ഇവരും മറ്റേ മമ്മും കൂടെ ഷേക്കടിച്ച തൊപ്പി കണ്ടപ്പോ തൊപ്പി ആ വീഡിയോ എടുത്ത് വെച്ചു. തൊപ്പിക്ക് അന്നേരം ഇളകി പാർട്ണറിനോട്. മനസ്സിലായോ? ജലസ് പൊസസീവ്നെസ്. ഫുൾ ടൈം കല്ലടിച്ചിട്ട് നിൽക്കാണോ നീയൊക്കെ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്താണെങ്കിലും ബാക്കിയുടെ കേക്ക് മൊത്തം കഴിഞ്ഞിട്ടില്ല. ഉപയോഗിച്ച് അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, നമുക്ക് നമ്മളല്ലാണ്ടായി പോവും, അങ്ങനെ മാറിപ്പോയതാണ് എന്തൊക്കെയോ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. പക്ഷെ എനിക്ക് പിന്നീട് അവരെ ഡൗട്ടായിരുന്നു. പിന്നീട് അവർ എന്ത് കാണിക്കുമ്പോൾ എനിക്ക് ഡൗട്ടായി തുടങ്ങി. സ്വാഭാവികം, വളരെ വളരെ സ്വാഭാവികം. അന്ന് വിശ്വസിപ്പിച്ചു. ഇനി കല്ല് ഒഴിച്ചപ്പോ എനിക്ക് കല്ലി ആയി പോയതാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷവും ഡൗട്ട്. ഇനി നിങ്ങൾ ഇവന്മാരുടെ ലൈവ് ഒക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് റീവാച്ച് ചെയ്ത് നോക്ക്. അന്നേരം നിങ്ങൾക്കും തോന്നിയ ഡൗട്ടുകൾ. ഫ്രണ്ട്ഷിപ്പ് ഒരു തെറ്റല്ല, പക്ഷെ കല്ല് വലിച്ചിട്ട് ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നവന്മാര്, അയ്യോ, അവന്മാര് എന്ത് പേരിട്ടാ വിളിക്കണ്ടേ? ഗേ ആയിട്ടുള്ള ആളുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അവരങ്ങനെയാണ്, അവരുടെ പരിപാടികൾ അങ്ങനെയാണ് വർക്ക് ആവുന്നത്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇത്രയും നാള് ഫ്രണ്ട്ഷിപ്പ് ബ്രദറിനെ പോലാണ്, കൊച്ചനെ പോലാണ്, അച്ഛനെ പോലാണ് കണ്ട്, മക്കളെ പോലാണ് കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അതും കല്ല് വലിച്ചിട്ട്. വീട്ടിൽ കെട്ടാൻ കൊള്ളാവുന്നവന്മാരെന്താണെങ്കിൽ. ഈ മമ്മു അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. മമ്മുവിന്റെ കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ലൈക്ക് ഷമീർ ഇങ്ങനെ പറയായിരുന്നു, തൊപ്പിക്ക് ഇങ്ങനെ ഗേൾസിനോട് ചെയ്യണമെങ്കിൽ തന്നെ മമ്മു ഇങ്ങനെ ചെയ്തു കൊടുക്കണം, അങ്ങനെയൊക്കെ ഞാൻ. ഷമീർ പറയുമായിരുന്നു, മമ്മുവേടാ നിന്നെ ഒറ്റി, നിന്നെ പറ്റിയും പോയി വന്ന് പറയുന്ന ഇതൊക്കെയാ, തൊപ്പിക്ക് ചെയ്തു കൊടുക്കും. പൊഗസീവ്നെസ് ആണെന്ന് തോന്നുന്നു, പൊഗസീവ്നെസ് കേട്ടിട്ടുണ്ട്. ഷമീർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഊഹിക്കുന്നതിലും കൂടുതലാ ഫസി ഇവിടെ നടക്കുന്ന ഈ വീട്ടില് എന്നൊക്കെ എന്റെ അടുത്ത് ആ ടൈമിൽ പറയാം. ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അന്വേഷിക്കുമ്പോൾ എന്റെ അടുത്ത് പറയായിരുന്നു, നീ പോയത് നന്നായി, ഇവൻ ഇവിടെ കയറ്റാത്ത പെൺപിള്ളേരില്ല, ഭയങ്കര സീനാന്നൊക്കെ പറഞ്ഞ് എന്നെ വീഡിയോ കോളിൽ ഇങ്ങനെ കാണിച്ചൊക്കെ തരുമായിരുന്നു. അപ്പം ഷമീർ, ലൈക്ക് അവരെല്ലാവരും അങ്ങനെയായിരുന്നു ആ ടൈമില്. ഷമീറും അങ്ങനെയായിരുന്നു. ഓഹോ. ഇല്ല, ഇവന്മാർ ഇത്രയും നാൾ ഈ പൈസ ഒന്നും കൊടുക്കാതെ അവിടെ നിൽക്കാനുള്ള ഒരു മോട്ടീവ് വേണമല്ലോ, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. മോട്ടീവ് എന്ന് വെച്ചാൽ ആ ടൈമിൽ എനിക്ക് മനസ്സിലായത് അവിടെ ഗേൾസിനെ കിട്ടും.
മനസ്സിലായോ? ഇപ്പൊ മമ്മൂന്നൊക്കെ വെച്ചാൽ മമ്മൂനൊക്കെ ഗേൾസിനെ ആദ്യമായിട്ട് കാണുന്ന പോലെയാ. പെൺപിള്ളേരൊന്നും കണ്ടിട്ടില്ല നിൽക്കുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പോഷർ അവന്റെ സ്വഭാവത്തിൽ അത് കാണാനുണ്ട്. അത് നമ്മൾ തന്നെ വീഡിയോക്കകത്ത് കാണുന്നതാണല്ലോ. പെണ്ണുങ്ങളെ കാണുമ്പോഴത്തേക്കല്ലേ ചക്കക്കൂട്ടാൻ കണ്ട പോലെയാണ് മമ്മൂ ചാടിത്തുള്ളി വരുന്നത്. ഗേൾസിനെ ആദ്യമായിട്ട് കാണുന്ന പോലെയാ. പെൺപിള്ളേരൊന്നും കണ്ടിട്ടില്ല നിൽക്കുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പോഷർ കിട്ടിയോണ്ടായിരിക്കും ഇത്രയും നാളും ഒരാളും തിരിച്ചറിയാണ്ട് നിന്നിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്ര ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് അല്ല നിന്നതായിരിക്കും. ഇവന്മാർക്ക് എല്ലാവർക്കും ഈ പെണ്ണുങ്ങളെ എന്തോ കൊണ്ടുവരിക പരിപാടി നടത്തുക അത് ഉണ്ടായിരുന്നോ? ഷമീറിനും നിഹാദിന്റെ ഇടയിൽ അങ്ങനെ കുറെ വട്ടം തല്ലുണ്ടായിട്ടുണ്ട്. അതായത് ഷമീർ കൊണ്ടുവരുന്ന പെണ്ണായിട്ട് നിഹാദ് ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറെ സീൻ വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ അവർ എന്താണ് മോനെ കേൾക്കുന്നത്? പെൺകുട്ടികളെ കൊണ്ടുവരിക, തല്ലുണ്ടാവുക, എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് കൊച്ചു കേരളത്തിൽ? അങ്ങനെ തല്ലായിട്ടുണ്ട്. തല്ലായി എന്നെ രണ്ടുപേരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പൈസ ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. പൈസ ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട്. പൈസ കിട്ടുന്നില്ല. അപ്പൊ ഇത്രയും നാളെ അവന്മാര് പൈസ ഇല്ലാഞ്ഞിട്ടും 2-2.5 കൊല്ലം അവന്മാരുടെ തൊപ്പിയുടെ മൂണ്ട് താങ്ങി നിന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാം അവിടെ കിട്ടും, എല്ലാം കിട്ടും, പൈസ മാത്രം കിട്ടത്തില്ല. അപ്പം ആ നിക്കാനുള്ള മോട്ടീവ് മനസ്സിലായല്ലോ, അതാണ് കാര്യം. പിന്നെ ഈ തല്ലുന്ന ദിവസമൊക്കെ ഇവൻ ദേഷ്യം വന്ന ആര് വേണേ തല്ലും. ഇപ്പൊ എന്നെ തന്നെ കുറെ തല്ലിയിട്ടുണ്ട്. പക്ഷെ ഷമീറിനെ ഒന്നും ചെയ്തില്ല. ഷമീറായിട്ട് ലൈക്ക് അവര് തമ്മിലൊരു അതാണ് ഞാൻ ഞെട്ടിയത്. ഷമീർ ഇതൊന്നും പറയണമെങ്കിൽ ബിക്കോസ് ഷമീർ യവനുമായിട്ട് എന്തോ ഒരു ബോണ്ട് ഉണ്ട് കേട്ടോ. ബോണ്ട് അതെന്തോ ബോണ്ടാണോ എന്തോ കുഞ്ഞുനിക്കൽ ബോണ്ടാണോ കേട്ടോ മോനെ? അത്തരത്തിലുള്ള ബോണ്ടാണോ? അവന്റെ എല്ലാ തെണ്ടിത്തരത്തിനും കൂട്ടിരിക്കുന്ന ഒരാളാ. അപ്പം ഏകദേശം ഒരേപോലെ നിൽക്കുന്ന ആൾക്കാരാ. അപ്പൊ അതാണ് എനിക്കൊരിത്. അപ്പം തൊപ്പി എന്താണോ അതുപോലെ തന്നെയാണ് നമ്മുടെ കുണ്ടേഷ് നിക്കുന്നതെന്നാണ് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാ തൊട്ടിത്തരത്തിനും കൂട്ടുണ്ട്, എല്ലാ തൊട്ടിത്തരത്തിനും. പക്ഷെ ക്യാഷ് മാത്രം കൊടുക്കുന്നില്ലെന്നേ ഉള്ളു കേട്ടോ. അവിടെ കുറച്ച് എത്തിക്സ് ഉള്ള മുനുവിന് മാത്രമേ ഉള്ളൂ. മുനു ഗേൾസ് ആയിട്ട് ഒരു ഇടപാടില്ല, ഡ്രഗ്സിന്റെ ഒരു ഇതില്ല, സിഗരറ്റ് പോലും വലിക്കത്തില്ല. ഗാന്ധിജി എന്നും പറയാൻ പറ്റത്തില്ല. അതിനേക്കാളും ടോപ്പ് മുനുവിന്റെ ഓറ ഇപ്പൊ ഇത്രയായി കാണും. നിനക്കൊരു ആശ്രമം തുടങ്ങി കൂടാ മുനു. നിന്നെ പറ്റി മാത്രമേ ഇവിടെ നല്ലത് പറയുന്നുള്ള ആൾക്കാർ ആ ഒരു ഗ്യാങ്ങിനകത്ത്. അത്രയും നീറ്റാ. അതുകൊണ്ടാണ് മുനുവിന് ആ ഒരു ഇതിൽ അവൻ വെച്ചേക്കുന്നത്. കാരണം മുനുവിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ഞാൻ വെക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ്. ഫസി പറയട്ടെ എന്ന് നീ പറഞ്ഞപ്പോ ഫസി പറഞ്ഞത് ഇത് ആണെന്നൊന്നും പറഞ്ഞ് വന്നേക്കല്ലേ. അതാണ്ട് ഒരു 6/9/2026 7:26 എന്റെ അടുത്ത് സംസാരിച്ച കാര്യമാണ്. ഡ്യൂറേഷൻ കണ്ടല്ലോ. ഇത് മാത്രമല്ല, ഓക്കെ, കുറച്ചും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇത് ആണെന്നൊന്നും പറഞ്ഞ് വരല്ലേ. എല്ലാം നിന്ന് തെളിയിക്കാനുള്ള എല്ലാ വകുപ്പും നമുക്കുണ്ട്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും കഥകൾ കണ്ടുപിടിച്ചുകൊണ്ട് വരൂ. ഇത് നിങ്ങളൊരു പ്രൂഫായിട്ടൊന്നും എടുക്കൊന്നും വേണ്ട. ഇവന്മാരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ട ഒരു ദൃക്സാക്ഷിയുടെ മൊഴിയായിട്ട് മാത്രം കണ്ടാൽ മതി. ഫഷി പറയട്ടെ എന്ന് മാത്രം നീ പറഞ്ഞുകൊണ്ട് പുറത്തുവിട്ടതാണ്. എനിക്കിത് പുറത്തുവിടാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്തുവിടായിരുന്ന ലാസ്റ്റ് വീഡിയോ ഞാൻ പുറത്ത് വിട്ടേനെ. പിന്നെയും നീ എന്നെ ഇട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെയാടാ മോനെ എനിക്കിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നത്? അപ്പം ശരിക്കും വാണ കൊതിയൻ ആരാണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായല്ലോ. ആരാണ് തൊപ്പിയുടെ കുടിച്ച് കൊഴുത്ത പട്ടിക്ക് ഇത്ര മൂപ്പോ? അപ്പൊ ഇച്ചിരി മൂപ്പൊക്കെ ആവാം. അന്നേരം അതിന്റെ ആയിരിക്കും നീ ഇപ്പൊ കടന്ന് കുരയ്ക്കുന്നത്. കുറച്ചോ മോനെ കുറച്ചോ, ഒരു കുഴപ്പമില്ല. നിന്റെ മുന്നിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഫസിയെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുക. ഫസിയെ കൊണ്ട് പറയിപ്പിക്കുന്നേ ഞാൻ അന്ന് പറഞ്ഞൊക്കെ കള്ളമായിരുന്നു, അവനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ പറയിപ്പിക്കാനും നിന്നെ കൊണ്ട് ഇനി പറ്റത്തുള്ളൂ. ഫസിയെ കൊണ്ട് ഇത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി പറയിപ്പിക്കും. ഫസി വന്ന് പറയേണ്ട തെറ്റാണെന്ന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കണ്ടെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ നിന്നെയൊക്കെ പറ്റി ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു, ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നീ പുറത്തു വിടാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പുറത്തു വിട്ടു. അത്രേ ഉള്ളൂ. ഫസി പറയട്ടെ എന്നായിരുന്നല്ലോ. അപ്പൊ ഇവനും വിശ്വസിക്കുന്നത് ഫസി അങ്ങനെ പറയട്ടെ, ഫസി അങ്ങനെ പറയത്തില്ല എന്നുള്ളതാണ്. ഫസിയെ എവന് വിശ്വാസമാണ്. ഫസി അങ്ങനെ പറഞ്ഞു. അപ്പം ഫസി വന്ന് ഇത് കള്ളങ്ങളാണെന്ന് പറയുവാണെങ്കിൽ ഫസി ബാക്കി എൻ്റെ അടുത്ത് പറഞ്ഞ അന്നേ ദിവസം ബാക്കി പറഞ്ഞ കള്ളങ്ങളോട് ഞാൻ പുറത്തു വിടും. അപ്പം ആ കള്ളങ്ങളോട് സൂപ്പർ കള്ളങ്ങളാ. കേട്ടോണ്ടിരിക്കാൻ തന്നെ ആ കള്ളത്തിന് വലിയൊരു രസമാണ്. ഭയങ്കര എന്റർടൈൻമെന്റ് ഉള്ള കള്ളങ്ങളാണ് കേട്ടോ. അത് കള്ളങ്ങളാണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ അത് വിശ്വസിച്ചു പോകും. അത്തരത്തിലുള്ള കള്ളങ്ങളാണ്. അപ്പൊ അതുകൂടെ നമ്മൾ ഫസി കള്ളമാണെന്ന് പറയുവാണെങ്കിൽ ആ കള്ളങ്ങളോട് നമ്മൾ പുറത്തു വിടുന്നതായിരിക്കും. പിന്നെ ആണെന്ന് മാത്രം പറയില്ലേ, അതിവിടെ പോവില്ല. അത് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് അല്ലെന്ന്. ഓക്കെ, അതുകൊണ്ട് വേറെ ഏതെങ്കിലും കഥയായിട്ടൊക്കെ വാ. മറ്റേ യൂറിനൊക്കെ തിരുത്തിയതുപോലെ വേറെ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ ആയിട്ട് വാ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ സാധനം ഉണ്ട് അല്ലെങ്കിൽ ഞാൻ പുറത്തു വിടാതെ 2 ദിവസം മിണ്ടാതിരുന്ന സമയത്ത് ഇവനൊക്കെ വിചാരിച്ച് ഞാൻ വെറുതെ വന്ന് പറയുകയാണ്, വന്ന് ഡയലോഗ് അടിക്കുകയാണെന്ന്. എടാ, ഞാൻ വെറുതെ വന്നിട്ട് ഒന്നും പറയാറില്ല. എനിക്കൊരു മാന്യത ഉണ്ട്, അതാണ് ഞാൻ കാണിച്ചത്. നീ എനിക്കിട്ട് സ്ട്രൈക്ക് തന്നു, ഞാൻ അന്നേരം
തിരിച്ചതിനെ റിയാക്ട് ചെയ്തു. പക്ഷെ നിന്റെ കഴിഞ്ഞ ദിവസം ലൈവ് കണ്ടപ്പം ആ ദയ പോലും, ഞാൻ അന്ന് കാണിച്ച മാന്യത പോലും നീ അർഹിക്കുന്നില്ല എന്ന് മനസ്സിലായി. ഇത് നീ എന്നെ കൊണ്ട് നിർബന്ധിച്ചിടിപ്പിച്ചതാ. ഇപ്പൊ ഞാൻ ഈ വെച്ച വോയിസ്, ഫസ്മിനയുടെ വോയിസ് ഒരൊറ്റ മനുഷ്യൻ, ഞാനല്ലാതെ, ഞാൻ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല, വേറൊരാൾ കേട്ടിട്ട് പോലും ഇല്ല. ഇതാദ്യമായിട്ട് കേൾക്കുന്നത് നിങ്ങളാ. ഒരു വ്യക്തിക്ക് പോലും ഞാൻ അയച്ചു കൊടുത്തിട്ട് പോലും ഇല്ല. കാര്യം എനിക്ക് ഇത് മറ്റൊരാളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊന്നും അല്ല. പിന്നെ നേരത്തെ നീ പറഞ്ഞ കോണ്ടന്റ് ഉണ്ടാക്കല്, ഇത് കോണ്ടന്റ് ഉണ്ടാക്കാനായിരുന്നു എനിക്ക് ഇതെന്നാ എന്റെ വന്നത് 6-ാം മാസത്തിൽ വന്ന സാധനം, കഴിഞ്ഞ മാസം 9-ാം തീയതി വന്ന ഐറ്റമാ. അങ്ങനെയാണ് എനിക്ക് അന്നേ എടുത്ത് അടിക്കായിരുന്നു. കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിൽ നീ പറഞ്ഞ പോലെ ഇനിയും ഇരിക്കുന്ന കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഒന്നാമതേ, ഞാൻ ഒരു വള്ളിയും പിടിക്കാതെ വളരെ സമാധാനമായിട്ട് എന്റെ ഒപ്പീനിയൻ ഓൺ ദ പോയിന്റ് പറഞ്ഞ് വലിച്ചു നീട്ടാതെ സംസാരിച്ച്, വളരെ വ്യക്തമായി സംസാരിച്ച് വീഡിയോ ചെയ്തു പോകുന്ന ഒരുത്തനാണ്. പക്ഷെ എന്നെ ഇങ്ങോട്ട് വന്ന് ചൊറിയാൻ വന്നവർക്കൊക്കെ വെറും കൈയോടെ ഞാൻ വിട്ടിട്ടില്ല, വയറ് നിറച്ച് കൊടുത്ത് വിട്ടിട്ടുള്ള കാര്യമേ ഉള്ളൂ. അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. എന്നെ ഇപ്പൊ വാണം എന്ന് വിളിച്ച ഇവൻ ഞാൻ മറ്റേ വീഡിയോ ഇടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ് എന്റെ ഫോൺ നമ്പർ എങ്ങാണ്ടെന്ന് പോയി തപ്പി പിടിച്ച് വന്ന് പാതിരാത്രി മെസ്സേജും കോളും ചെയ്തവനാ. എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് ഞാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഇവൻ വന്ന് ഡയലോഗ് അടിക്കുക. അസ്മിനെ പറയട്ടെ, അസ്മിനെ അങ്ങനെ പറയരുതെന്ന് എനിക്ക് അറിയാതെ. എടാ, നിന്റെ കോള് മനഃപൂർവ്വമാണ് ഞാൻ എടുക്കാത്തത്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നീയൊക്കെ വാ തുറക്കുന്നത് തന്നെ കള്ളം പറയാനും ആഹാരം കഴിക്കാനും പിന്നെ മറ്റേ പരിപാടിക്കും വേണ്ടിയിട്ടാണ്. 3 കാര്യത്തിന് വേണ്ടിയാണ് നീയൊക്കെ വാ തുറക്കുന്നത്. ആ 3ാമത്തെ കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ നിന്റെ കള്ളക്കഥ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വിളിക്കാൻ പോലും എനിക്ക് സമയമില്ല. അപ്പൊ ഇന്നല്ല നിന്റെ അടുത്ത് സംസാരിച്ച് നിന്റെ കള്ളക്കഥ കേൾക്കേണ്ടത്. നീയൊക്കെ നല്ല ഒന്നാന്തരം മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ളവന്മാരാ. എനിക്കെന്തിന് നിന്റെ കള്ളക്കഥ കേൾക്കണം? അതുകൊണ്ട് ആ കഥയൊക്കെ നീ വേറെ ആരുടെങ്കിലും പോയി പറ, അവരെ കൺവിൻസ് ചെയ്യും. അല്ലാതെ എന്നെ ഉണ്ടാക്കാൻ വരണ്ട. നീ വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കരുത്. ഇത് നീ ആ വീഡിയോയ്ക്കകത്ത് വളരെ മോശമായിട്ട് എന്നെ ചൊറിഞ്ഞു, അത് വിട്ടതായിരുന്നു. പിന്നെ എന്നെ നിനക്ക് അറിയത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ അണ്ടർ റേറ്റഡ് ആണെന്ന് ഓവർ റേറ്റഡ് ആണെന്ന് നീ എന്തുകൊണ്ടെന്ന് പറഞ്ഞു, നോ ഇഷ്യൂസ്. എന്നെ എല്ലാവരും അറിയണമെന്ന് എനിക്ക് അതിൽ നിർബന്ധമൊന്നുമില്ല. ഞാൻ വലിയ യൂട്യൂബറും അല്ല, ഒന്നുമല്ല. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മളെ അഭിപ്രായമൊക്കെ പറഞ്ഞു പോകുന്ന സാധാരണ ഒരു മനുഷ്യൻ. അല്ലാതെ നിന്നെ പോലെ ഈ ബാഡ് ഇമ്പാക്ട് ഉണ്ടാക്കി കയറി വന്ന അല്ലെങ്കിൽ കണ്ടവന്റെ മുന്നിൽ കുനിഞ്ഞു കൊടുത്ത് കയറി വന്ന ഒരുത്തനൊന്നുമല്ല. അപ്പം ഞാൻ ചിലപ്പോൾ നിനക്ക് അണ്ടർഡോഗ് ആയിരിക്കാം. പക്ഷെ അണ്ടർഡോഗുകളെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല, വലിച്ചു കയറി അങ്ങ് വിടും. അതുകൊണ്ട് ഉണ്ടാകാൻ നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇപ്പൊ കിട്ടിയത് വെച്ചിട്ട് തൃപ്തിപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ബൈ.